ഒരിക്കലൊരു ഗ്രാമത്തിൽ കഠിനാധ്വാനിയായ ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യും. വളരെ സാറ്റിസ്ഫൈഡ് ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജീവിതം അല്ലലില്ലാതെ മുന്നോട്ട് പോകുന്നു. ഭക്ഷണത്തിന് ഭക്ഷണം, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറയുന്നു, നിനക്ക് ഈ ജോലി വിട്ടിട്ട് ഏറ്റവും നല്ലത് പട്ടണത്തിൽ പോയി അവിടെ ഡയമണ്ട് മൈനിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എത്ര കാലം ഇങ്ങനെ കൃഷിപ്പണി എന്ന് പറഞ്ഞ് നടക്കുന്നത്. കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുക്കണം, എല്ലാ ദിവസവും പണിയെടുക്കണം. കൃഷിപ്പണി എന്ന് പറയുന്നത് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല, എല്ലാ ദിവസവും പണിയെടുക്കണം. അത് മാത്രമല്ല, വലിയൊരു സമ്പത്തൊന്നും ഇല്ല. അതേസമയം ഈ ഡയമണ്ട് മൈനിങ്ങിന് പോവുകയാണ് എങ്കിൽ, ഡയമണ്ട് ഖനനം ചെയ്തെടുക്കുന്ന ജോലിയാണ്, അതിന് പോവുകയാണെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെയധികം സമ്പത്ത് നേടി നല്ല സ്വസ്ഥമായ ജീവിതം നയിക്കാമെന്ന ഒരു ആശയം പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ കർഷകൻ ആലോചിച്ചു, കൊള്ളാം, ഇത് നല്ല പരിപാടിയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്ത അങ്ങനെയായി. കാരണം ചെറിയ കാലയളവിനുള്ളിൽ കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കി സ്വസ്ഥമായ ജീവിതം നയിക്കണമെന്നൊരു ആശയം. ആ ഒരു ആർത്തിയിൽ അദ്ദേഹം തൻ്റെ സ്വത്തും പറമ്പും ഒക്കെ വിൽക്കുന്നു. അങ്ങനെ പട്ടണത്തിലേക്ക് പോകുന്നു. അങ്ങനെ പട്ടണത്തിലെത്തിയ അദ്ദേഹം ഗോൾഡ് മൈനിങ് അല്ലെങ്കിൽ ഡയമണ്ട് മൈനിങ്ങിന് തുടങ്ങുന്നു. അതായത് ആ ഡയമണ്ട് ഖനനം ചെയ്തെടുക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. കുറച്ചു കാലം കഴിഞ്ഞു, അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഈ കാലയളവിൽ ആവശ്യത്തിന് വേണ്ട ഭക്ഷണവും റെസ്റ്റും ഒന്നും കിട്ടാതെ അദ്ദേഹത്തിന് ക്ഷീണമാകുന്നു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നു. അങ്ങനെ അദ്ദേഹം കിടപ്പിലാകുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുള്ള പറമ്പ് വാങ്ങിയ വ്യക്തി വളരെ പ്ലാൻഡ് ആണ്. അദ്ദേഹം ആ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഭാവിക്ക് വേണ്ട കൃഷികൾ നടത്തുന്നത്. അതായത് ആ മാർക്കറ്റിൽ ട്രെൻഡിലുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറികൾ, അതും അങ്ങനെയുള്ള കൃഷിയിൽ അദ്ദേഹം ഏർപ്പെട്ട് അദ്ദേഹം നല്ല ലാഭം നേടിയെടുക്കുന്നു. അങ്ങനെ അദ്ദേഹം ചെറിയ കാലയളവിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ആ പറമ്പിൽ നിന്ന് ആവശ്യത്തിനുള്ള സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഏകദേശം ഇതുപോലെയാണ് നമ്മളും. ആരെങ്കിലും നിങ്ങളെടുത്ത കോഴ്സ് നല്ലതല്ല, അല്ലെങ്കിൽ ഈ ഇപ്പം പഠിക്കുന്ന കോഴ്സ് നല്ലതല്ല, അതിനേക്കാൾ നല്ലത് ടെക്നിക്കൽ കോഴ്സായിരുന്നു അല്ലെങ്കിൽ മറ്റേ കോഴ്സായിരുന്നു, ഇറങ്ങിയ പാട് തന്നെ ജോലി കിട്ടുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരും, പല കുട്ടികളും ഇപ്പം ചേർന്ന കോഴ്സിനേക്കാൾ നല്ലത് അതായിരുന്നു, എന്നാൽ അങ്ങോട്ടേക്ക് ചാടാം അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ചാടാമെന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ അവർ ചാടും. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ആവാതെ മറ്റൊരു കോഴ്സിലേക്ക് ചാടി പുറപ്പെടും. അങ്ങനെ ഇതും ഇല്ല അതും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിതത്തിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ ഒന്നുമല്ലാതായി പോകുന്ന പല കുട്ടികളെയും കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പലരെയും നമുക്ക് കാണാൻ സാധിക്കും. അതല്ല, സ്വന്തം കഴിവിൽ വിശ്വസിച്ച് നമുക്ക് പറ്റിയ കോഴ്സ് തിരഞ്ഞെടുത്ത് അതിൽ മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന പല അഭിപ്രായങ്ങളും ഉണ്ടാകും, അതിന് ചെവി കൊടുക്കാതെ നമ്മളുടേതായിട്ടുള്ള ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഹാവ് എ നൈസ് ഡേ.